കോട്ടയം മാഞ്ഞൂരിൽ റവന്യൂ ഭൂമിയിലെ പ്ലാവ് കരിഞ്ഞതിനെ ചൊല്ലി പ്രവാസി വ്യവസായി ഷാജി മോനും പരിസ്ഥിതി പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ഷാജി മോന്റെ സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുന്ന പ്ലാവ് കരിഞ്ഞുപോയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് സംഘർഷത്തിന് കാരണമായി മാറിയത്. കെട്ടിട ലൈസൻസിനായി ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിന് മുന്നിൽ കിടപ്പ് സമരം നടത്തിയാണ് ഇദ്ദേഹം ശ്രദ്ധ നേരത്തെ നേടിയിരുന്നത്. ഷാജിമോന്റെ ബിസ ക്ലബ് ഹൗസ് എന്ന സ്ഥാപനത്തിന് മുന്നിലെ പ്ലാവാണ് പ്രധാന കഥാപാത്രം. പ്ലാവ് കരിഞ്ഞു പോയതിനു പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത് ചോദ്യം ചെയ്ത ഷാജിമോനും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കേരളത്തിന്റെ സാഹചര്യത്തിൽ ഏറ്റവും റെസിസ്റ്റൻസ് ഉള്ള ഏറ്റവും പിടിച്ചു നിൽക്കുന്ന ഒരു മരം പ്ലാവാണ്. ഇതങ്ങനെ വെറുതെ ഉണങ്ങില്ല. ഈ പരിസരത്ത് ഏതെങ്കിലും ഒരു വള്ളിച്ചെടിയെങ്കിലും ഉണങ്ങിയത് നിങ്ങൾ കാണിച്ചു തരൂ. അപ്പോ ഇത് കൃത്യമായ ആസൂത്രിതമായ നടപടിയിലൂടെ ഏതോ കുതന്ത്രത്തിലൂടെ ഇത് ഉണക്കി കളഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ ഉടമസ്ഥനാണ് ഇത് ഉണക്കിയതെന്ന് നമുക്കൊരാരോപണവുമില്ല. അതാരായാലും അത് കണ്ടുപിടിക്കണം എന്ന് പറയാനാണ് വന്നത്. വന്ന ഞങ്ങളോട് ഒരു പ്രവാസി ബിസിനസ്സുകാരൻ, ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ എത്ര മോശമായി, എത്ര ഗുണ്ടയെ പോലെയാണ് പെരുമാറിയത് എന്ന് നിങ്ങൾ കണ്ടതാണ്. ഇങ്ങനെയാണോ നാട്ടിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക? തന്റെ സ്ഥാപനം തകർക്കാനുള്ള രാഷ്ട്രീയ നാടകമാണിതെന്നും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ഷാജിമോൻ. ഒന്നും ചെയ്യാതെ 15 കോടി രൂപ മുടക്കി നടത്തുന്ന പ്രസ്ഥാനത്തിന് മുമ്പ് ഇവരെ പോലുള്ള ആൾക്കാർ തോന്നുവാസം കാണിക്കുമ്പോൾ അതിന് ഇവര് പോലീസുകാർ കൂട്ടുനിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇത് നടക്കുന്ന ഇവിടെ ആൾക്കാർ കസ്റ്റമർ കയറുന്ന തന്നെയാണ്. ഇതിനകത്ത് അമേരിക്കൻ സിറ്റിസൺ ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലം ഇത് ഇപ്പൊ താമസിക്കുന്നുണ്ട്. അവരുടെ സേഫ്റ്റി എന്താ ഇതിനകത്ത് ഇവർക്ക് ഇതില്ലാത്തത്? ഇവർക്ക് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവരൊന്നും എന്നും ചെയ്യാം. എന്തുകൊണ്ട് എൻക്വയറി നടത്തുന്നില്ല? ഇതിനെ കുറിച്ച് കംപ്ലൈന്റ് കൊടുക്കുന്നില്ല. കംപ്ലൈന്റ് കൊടുക്കാൻ ഇവർക്കെന്താ സാധിക്കാത്തത്? ആരെങ്കിലും ഒരു ലോക്കൽ ആളുകൂടെ ഉണ്ടോ? ഈ കൂട്ടത്തിലുണ്ടോ? ഈ പ്രദേശത്ത് ആരെങ്കിലും ആളുകൂടെ ഉണ്ടോ? ഇതെല്ലാം എങ്ങാണെന്ന് കെട്ടിയിറക്കിയ ആൾക്കാരാ. ഇവിടെ ജനങ്ങൾക്ക് അറിയാം ഇതിനെ കുറിച്ച്. ഷാജിമോൻ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് കാണിച്ച് വനിതാ പരിസ്ഥിതി പ്രവർത്തക പോലീസിൽ പരാതി നൽകി. കെട്ടിട ലൈസൻസ് നൽകാത്തതിന് ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിന് മുന്നിൽ സമരം ചെയ്ത ഷാജിമോന്റെ പ്രതിഷേധം വാർത്താ ശ്രദ്ധ നേടിയിരുന്നു. കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന്റെ പ്രതികാരമായി തന്നെ വേട്ടയാടുന്നുവെന്ന് ഷാജിമോൻ ആരോപിക്കുന്നു. ജനം, കോട്ടയം.